ജമ്മു കാശ്മീരിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരുക്കം നടക്കുകയാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഇപ്പൊ ജമ്മു കാശ്മീർ ഇല്ലല്ലോ. ആ സംസ്ഥാനത്തിന് സ്വാതന്ത്ര്യ സമരകാലത്തും ഭരണഘടനാ നിർമ്മാണ സമയത്തും കൊടുത്തിരുന്ന പ്രത്യേക പദവിയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 370 മാത്രമല്ല, 371 എന്നൊരു വകുപ്പ് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട്. നമ്മൾ ഓർത്തില്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ചും കിഴക്കൻ മേഖലയിലെ മണിപ്പൂരും നാഗാലാൻഡും അടക്കമുള്ള നമ്മുടെ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവിയുണ്ട് ഇന്ത്യയിൽ. നാഗാലാൻഡിന് പ്രത്യേക പദവിയുണ്ട്, അരുണാചൽ പ്രദേശിനുണ്ട്, ത്രിപുരയ്ക്കുണ്ട്, എല്ലാം ഉണ്ട്. ആ പ്രത്യേക പദവി എന്താണ് കളയാത്തത്? എന്താ ജമ്മു കാശ്മീരിന്റെ മാത്രം പ്രത്യേക പദവി കളഞ്ഞത്? അത് കൃത്യമായൊരു വർഗീയ അജണ്ട തന്നെയായിരുന്നു. ജമ്മു കാശ്മീരിൽ മുസ്ലിങ്ങളാണ് കൂടുതലുള്ളത് എന്നതുകൊണ്ട് അവർക്ക് മാത്രമേ അവിടെ ഭൂമി വാങ്ങാൻ പാടുള്ളൂ. ജമ്മു കാശ്മീരിൽ മുസ്ലിങ്ങൾക്ക് ഭൂമി വാങ്ങാമെന്നല്ല നിയമം, കാശ്മീരികൾക്ക് മാത്രമേ ഈ ഭൂമി വാങ്ങാവൂ. ഇപ്പൊ മണിപ്പൂരിൽ ഉണ്ടായ കലാപത്തിന്റെ പിന്നിലുള്ള കഥയും ഏതാണ്ട് ഇത് തന്നെയാണ്. അവിടെ ഒരു വിഭാഗത്തിന്, ആദിവാസികളല്ലാത്ത വിഭാഗത്തിന്, ആദിവാസികളുടെ ജീവിക്കുന്ന വനത്തിൽ ഭൂമി വാങ്ങാൻ പാടില്ല. ആ മലപ്രദേശത്ത് വാങ്ങാൻ പാടില്ല. അത് വാങ്ങാമെന്നൊരു പൊട്ടൻ ജഡ്ജി എവിടെയോ ഒരു വിധി ഉണ്ടാക്കി. അതിന്റെ പുറത്താണ് മണിപ്പൂരിൽ ഈ കലാപം മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പോൾ തീർച്ചയായും കാശ്മീരിൽ 370 എടുത്തു കളഞ്ഞത് കൊണ്ട് വലിയെന്തോ വിപ്ലവം കാശ്മീരിൽ കൊണ്ടുവന്നു എന്നാണ് ഇവർ ഇത്ര കാലം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കാശ്മീരികൾക്കൊക്കെ സന്തോഷമാണ് ഇതെങ്കിൽ ഇപ്പൊ 3 ആയല്ലോ, ജമ്മു, കാശ്മീർ ആൻഡ് ലഡാക്ക്. എന്താ ഈ കാശ്മീർ താഴ്വരയിൽ BJPക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ പോയത്? BJPക്ക് സ്ഥാനാർത്ഥിയില്ലെന്നേ. ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന കക്ഷിക്ക് കാശ്മീരികൾക്ക് എന്തോ മഹത്തായ കാര്യം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ ആൾക്ക് ഇപ്പൊ അവിടെ സ്ഥാനാർത്ഥിയില്ല. കാശ്മീർ എന്ന് പറയുന്ന ഇപ്പോൾ കേന്ദ്ര ഭരണ പ്രദേശമായ അവിടെ ഒരു സ്ഥാനാർത്ഥിയില്ല. സ്ഥാനാർത്ഥി ഇല്ല എന്ന് മാത്രമല്ല, BJP അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതായിട്ട് പോലും അറിയുന്നില്ല. ജമ്മുവിൽ സ്ഥാനാർത്ഥിയുണ്ട്, ലഡാക്കിലുണ്ട്. ലഡാക്കിൽ തോൽക്കും, നന്നായി തോൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവിടുത്തെ ജനങ്ങൾ അല്ലാതെ മടുത്തിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. അവിടെ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിലുള്ള ഐക്യവും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അവിടെയാണ് ഒരു സാധ്യതയുള്ളത്. അപ്പൊ സത്യത്തിൽ കാശ്മീരിനെ വിഭജിച്ച സർക്കാർ BJP കാശ്മീരിലെ ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമല്ലേ നഷ്ടപ്പെടുത്തിയത്? കാശ്മീരിലെ ജനങ്ങൾ BJPയെ കൈക്കില പോലും കൂടാതെ എടുത്ത് കളയും. ഇവർക്കറിയാം, BJP അവരോട് ചെയ്ത ദ്രോഹത്തിന് പകരം ചോദിക്കാനുള്ള ഒരു അവസരമാണ്. അവസരം മോഡി കൊടുത്തില്ല. എന്താ കാര്യം? അവിടെ മത്സരിച്ചില്ല. ഞങ്ങൾ മത്സരിച്ചില്ല, നിങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ തോറ്റുപോയിരിക്കുന്നു എന്നാണ് BJP തന്നെ സമ്മതിക്കുന്നത്, NDA സമ്മതിക്കുന്നത്. അവർ ചെയ്തൊരു തെറ്റ് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതെയാണ് എന്നും, നിയമപരമായി തന്നെ ഒരുപാട് സങ്കീർണതകൾ, നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചൊക്കെയാണ് 370 റദ്ദാക്കിയത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ കാശ്മീർ, ഇന്ത്യ മുഴുവൻ കാശ്മീരിന്റെ കാര്യം പറഞ്ഞ് വോട്ട് പിടിച്ചപ്പോൾ കാശ്മീരിൽ പോയി 370 എടുത്തു കളഞ്ഞതിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ മോഡിക്ക് കഴിയാതിരിക്കുന്നു എന്ന് തന്നെ അവരുടെ കാപട്യത്തിന്റെ ലക്ഷണമാണ്. കാശ്മീരിനെ കേവലം ഒരു വർഗീയ വിഷയമാക്കി മാറ്റാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അതിപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു.